പിന്നെ അയാളുടെ പണി കഴിഞ്ഞു. അതെ, കഴിഞ്ഞുള്ള തലമുറ പണി. നമസ്കാരമുണ്ട്. ദൈവത്തിന്റെ സ്വന്തം നാട് കാണാൻ പാക്കപ്പലെ കുറെ സാഹിബന്മാരെത്തിയിട്ടുണ്ട്. അവർക്ക് KTDCയുടെ വക ഡിന്നർ ഹോട്ടൽ സീക്കിങ്ങിൽ. പാക്കപ്പലിൽ നിന്ന് സാധനം പൊക്കിയെടുക്കാൻ കുറെ പാട് വിട്ടു. പിന്നെ ഈ കാക്കിയുടെ ബലം കൊണ്ട് കാര്യങ്ങൾ കുഴപ്പമില്ലാതെ നടന്നു എന്ന് പറയാം. പിന്നെ സ്വാമി, ആശ്രമത്തിലേക്ക് പൂക്കൾ വരുന്ന കടയിലെ 2 കൂടങ്ങളിൽ നമ്മൾ സാധനം കടയിലൂടെ വിട്ടിട്ടുണ്ട്. ഇനി കംപ്ലീറ്റ് സ്വാമിയുടെ തിരിശിരസില കുന്നാമ്പലാനെ വിളിച്ചോണ്ട് പണിയുണ്ടായി. എന്റെ പറ്റിയവിടെ അതിലൊന്നും തടിക്കാൻ. എന്റെ പരിമല തിരുമേനി, 3 മാസം കൂടുമ്പോഴെങ്കിലും ഇങ്ങനെ ഓരോ കേസ് ഒത്തു വന്നിരുന്നെങ്കിൽ തറവാടൊന്ന് പച്ചപിടിച്ചേനെ. അവനെ മമ്മൂടി സാറേ, എങ്ങനെയൊക്കെയാ പരിപാടി? കോടിക്കണക്കിന് രാശിയെന്നവരോട് കൂറ് കാണിക്കണമല്ലോ. എന്തിനും അടിയൻ റെഡി. നിർദ്ദേശം കിട്ടി. അപ്പറിന്റെ നിർദ്ദേശപ്രകാരം നാളെ രാത്രി 10 മണിക്ക് തളിയൂരമ്പലത്തിലെ തിടമ്പെഴുന്നള്ളിപ്പ് സമയത്ത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ തിങ്ങി നിൽക്കുന്ന ആനക്കുട്ടലിന്റെ അടുത്ത് സ്ഫോടനം നടക്കണം. 200 പേരെങ്കിലും മരിക്കുമെന്ന് അപ്പറിന്റെ കണക്ക്. എന്താ ഞെട്ടുന്നത്? ഒന്നുമില്ല. ഇതുകൊണ്ട് മാത്രമായില്ല, തളിയൂരമ്പലം കത്തി തീർന്നാൽ പിറ്റേ ദിവസം പാരേക്കാട്ട് മദ്രസയ്ക്കുള്ളിൽ ബോംബ് വയ്ക്കുമ്പോൾ ഈ 2 സ്ഫോടനങ്ങളോട് കൂടി കേരളത്തിലേക്കുള്ള അൽ ജിഹാദിന്റെ പടയോട്ടത്തിന് തുടക്കം കുറിക്കും. ആരെന്താണോ നോക്കുന്നത്? അതിന് വേറെ പണപ്പെട്ടവരോട് മതി, അത് മതി. ഇമെയിൽ മെസ്സേജിൽ ആനപ്പൊട്ടലിന്റെയും അമ്പലത്തിന്റെയും ഡീറ്റെയിൽസ് വന്നു. സപ്പറിന്റെ മെസ്സേജ് അനുസരിച്ച് ക്ഷേത്രത്തിൽ ബോംബ് വയ്ക്കുന്നവർ സ്വാമിയെ വന്ന് കാണും. അവരെ വല്ല കാവിയോ പട്ടോ ഉടുപ്പിച്ച് സേഫായി അമ്പലത്തിലെത്തിക്കണം. വോയിസ് മെയിൽ. തികച്ചും ഗുരുതരമായൊരു പിഴ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു. അബൂബക്കർ എന്ന പട്ടാളക്കാരൻ മിലിറ്ററി ഇന്റലിജൻസ് അയച്ച കത്ത് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് നമ്മുടെ കൈവശം കിട്ടിയിട്ടുണ്ട്. വിശ്വാസവഞ്ചന, കൈപ്പിഴ, അൽ ജിഹാദ് ഈ തെറ്റുകൾക്ക് ഒരിക്കലും മാപ്പ് നൽകില്ല. ആയതിനുള്ള പരമാവധി ശിക്ഷ അള്ളാഹുവിന്റെ പേരിൽ അപ്പർ നടപ്പാക്കി കഴിഞ്ഞു. കരുതലോടെ നീങ്ങുക. അൽ ജിഹാദിന് വേണ്ടി നിങ്ങളുടെ സപ്പോർട്ട്. ഈ പട്ടാളക്കാരൻ ആ ദാദാ സാഹിബിന്റെ മോനല്ലേ? പിന്നല്ലാതെ. ഈ ഹമുക്കിനെ കൊണ്ട് തോറ്റല്ലോ. കുട്ടി സാറേ, ആ പ്രിന്റ് ഇങ്ങനത്തെ ഇനി ആ കഴിവറിന മോനെ വെറുതെ കിട്ടാൻ പറ്റില്ല. ഇത് നമ്മുടെ ബലമോന്റെ വണ്ടിയല്ലേ? അതെ. ബാബു, ബാബു, ഇപ്പൊ മനസ്സിലായോ സപ്പറിന്റെ വീട്ടിൽ എന്താണ്? ഒരു 10-20 കിലോ കോഴികൾ വേണം കിട്ടും. നേരത്തെ കൊണ്ടുപോയി തേയിലും നമ്മൾ എത്താറുണ്ടല്ലോ. പൊടിപടിക്കാരൻ തീരുമാനമല്ലേ? ഈ ഷൈറോനെ പിടിച്ച കോഴികളെ മുന്നോട്ട് എന്തോന്ന് പൊടി പിടിക്കാനാ? ശരിയാ, വെറും എല്ലാം മാത്രമേ ഉള്ളൂ. ഇതുങ്ങളെ ഈ ഹിന്ദി നടികളെ പോലെ ഇത് കണ്ട പൂജാപത്ര സ്റ്റേ പിടി. ഒരു കൊട്ട ഉണ്ടായിരുന്നെങ്കിൽ എല്ലാത്തിനും കൂടെ അതിലിട്ട് കൊണ്ടുപോകായിരുന്നു. കാർഗിൽ കുന്നിലൂടെ വലിയ പാറ്റട്ടാന്നും തോളിലേറ്റി പാകിസ്ഥാനിലേക്ക് പുല്ലുപോലെ നടന്നുകൊണ്ടാണ് അബുക്ക. പിന്നെയാണ് നിന്റെ 3-4 കോഴി. നാളെ രാവിലെ കല്യാണത്തിന് നേരത്തെ എത്തിക്കണം. ഓ, ഏത് പള്ളിയാണ് നമ്മൾ വരുന്നത്? ഇറങ്ങില്ല. പള്ളിക്കൂടത്തിന് മുമ്പിൽ കൂടെ തുടങ്ങി മര്യാദയ്ക്ക് നോക്കി വണ്ടി ഓടിക്കണമെന്ന് ട്രാഫിക് പോലീസുകാർ ചുമന്ന മഷികൾ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അതൊന്നും നോക്കാതെ പറഞ്ഞെന്ന് പോകാൻ ഈ പഞ്ചായത്തിലൂടെ ഒരു പന്നിയുടെ മോന് സ്ത്രീധനം കിട്ടിയതല്ല.
ഇല്ലണ്ടാടാതെ പറക്കല്ലേ നാട്ടുകാരാണ്. എന്റെയൊക്കെ തൽസ്വരൂപം വെളിവരാൻ അധികം കാലം വേണ്ടി വരികയല്ല. അധികം വിസ്തരിക്കാതെ, ഇത് നീ മിലിറ്ററി ഇന്റലിജൻസിന് അയച്ച പെറ്റീഷൻ അല്ലേ? MLA മുഹമ്മദ് കുട്ടി ചെലവഴിച്ചത് നീ കളിച്ച കളരിയും നല്ലത് ഇപ്പൊ മനസ്സിലായല്ലോ. എടാ നീ ഇതെന്നാണ്ടുണ്ട് ഈ നെകളിക്കുന്നത്? അന്ന് നിന്നെ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കൊല്ലാതെ വിട്ടതേ ഈ MLA പറഞ്ഞിട്ട്, നീ പിന്നെ എല്ലാം വിളിക്കാതെ മിലിറ്ററിക്കാർക്ക് കോപ്പയച്ചത്. സ്വാതന്ത്ര്യ സമരത്തിൽ വെടിപിടിച്ചെന്ന് പറഞ്ഞൊരു തന്റെ, പട്ടാളത്തിൽ പാട്ട് വിട്ടെന്ന് പറഞ്ഞൊരു മോന്. ഈ ഇന്ത്യ മഹാരാജ്യം നിന്റെ ഉമ്മയ്ക്ക് ഇഷ്ടം കിട്ടിയതാണ്. ഇത് ഇവിടം കൊണ്ട് നിർത്തിയേക്കണം. ഇനി കിടന്ന് മുഴഞ്ഞാൽ തനിക്കുളം നീ അറിയും. ശരിയാ, അന്ന് ഞാൻ ഓഫീസിൽ വന്ന് കാണുമ്പോ എനിക്ക് കറിയാച്ചൻ സാറിന്റെ ഒരു ഗുണം അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോ ആനരപ്പള്ളി ചക്രാമ്പരമ്പുകാരുടെ മുഴുവൻ ഹിസ്റ്ററി എനിക്ക് ബൈഹാർട്ടാ. ഉള്ളത് പറഞ്ഞ എന്റെ അപ്പന്റെ ഉപ്പാപ്പന്റെയും കാര്യം വെച്ച് നോക്കുമ്പോ ഞാൻ എത്രയോ പരിശുദ്ധ. എല്ലാം സമയമാകുമ്പോ നമുക്ക് ഒരുമിച്ചതല്ലാന്നേ, കൂട്ടത്തല്ലേ. അതിനു മുമ്പ് ഈ കൂടെ നിൽക്കുന്നവരുടെ സാറിന്റെ കുടുംബത്തിന്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും കെമിസ്ട്രിയൊക്കെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്ത് ദോഷമാണ് നടക്കുന്നത്? തഴക്കദോഷമാണ്. തഴക്കദോഷത്തിന്റെ പേരും പറഞ്ഞ് കുമ്പസാരക്കൂട്ടിലിട്ട് 15 വയസ്സുകാരിയെ പിഴപ്പിച്ചിട്ട് അച്ചമ്പട്ടത്തിന് കിരീടം വയ്ക്കാൻ അങ്ങ് ശീമയിലോട്ട് പോയ ഒരു കൊച്ചച്ഛനുണ്ട് പാലായിൽ. നമ്മൾ പത്രത്തിൽ വായിച്ചതല്ലേ. ആ കുഞ്ഞാട് ഇവരുടെ കുടുംബത്തിന്ന. ഈ നിൽക്കുന്ന കറിയാച്ചൻ സാറിന്റെ അപ്പന്റെ അനിയൻ ചിറ്റപ്പൻ. പിന്നൊരുത്തൻ സ്വന്തം കെട്ടിയുള്ള ഉറക്കത്തിൽ റബ്ബർ ഷീറ്റിനകത്ത് പൊതിഞ്ഞു കെട്ടി അബ്കാരി മുതലാളിയുടെ ഔട്ട് ഹൗസ് വരെ നട്ടപ്പാതിരാക്കി ചുമന്നുകൊണ്ട് പോയി കാണിച്ചു. അങ്ങനെയൊന്നുമില്ലോ ഇയാളുടെ അപ്പൻ. ഉണ്ട് ആ ചരിത്രമുള്ള കറിയാച്ചൻ ദാദാ സാഹിബിന്റെയും മോന്റെയും ചരിത്രം എഴുതാൻ നാരായണ എടുക്കണ്ട. ഇസ്ലാമിന്റെ മാനം കെടുത്താൻ ജനിച്ച ഈ ദജ്ജാലിന്റെ മൂടും താങ്ങി ആയുസ് കൊടുക്കുള്ളതാൻ. പക്ഷേ അതിന് ഏറെ നാളില്ല. ഒന്ന് നിൽക്കുന്നേ. പോലീസ് സൂപ്രണ്ടിനെ MLAയും പരിപാടിയും നിർത്തി വേർപ്പിച്ചിട്ട് നീ അങ്ങ് സൈന്യകളാ മോനെ. എന്നിട്ട് ചുമ്മാ അങ്ങോട്ട് പോയാലോ? ഈ കരിയാത്തിന് ഇത്തിരി സമയം താ. പുലയാടി മോനെ.
കഴിച്ചോളൂ. അപ്പോൾ പെപ്സി, കൊക്കോകോള, ലിംക, കാലിക, സംസ. എന്താ ഈ ചെയ്തത്? ഞാൻ ഹെഡ് കോൺസ്റ്റബിൾ പരമേശ്വരനെ ചെല്ലുന്നു. ഇതുവരെ അബുവിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ ഓപ്പൽ അതിശയം. SP MLA ഗസ്റ്റ് ഹൗസിലുണ്ടെന്നാണ് സാഹിബിലേക്ക് ഏയ്, ഞാനും എൻ്റെ അടുത്ത് പോയി കഞ്ചൊന്നുമില്ല. ജനങ്ങൾ നോക്കേണ്ട MLA, നാട് കാക്കേണ്ട SP കൂടെ രാജ്യത്തിന് ഒറ്റക്കൊടുക്കാൻ കൂട്ടുനിൽക്കുന്ന ഓമ്പണം. സംഗതി ശരിയായിരിക്കാം. പക്ഷെ നടുവോടിലിട്ട് അവരെ തല്ലിയത് വലിയ ഭവിഷ്യത്ത് തോന്നാൻ എനിക്ക് തോന്നുന്നത്. തൽക്കാലം അബുവിനെ എന്തെങ്കിലും മാറ്റുന്നതാണ്. ഞങ്ങൾ അബുവിനോട് പറഞ്ഞത് ആയിഷയുടെ കല്യാണം കൊണ്ട് പോകാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാണപ്പന്തൽ വന്ന് അവരവനെ പിടിച്ചോണ്ട് പോയാൽ അധികം വിഷമാവില്ലേ? എന്നാ ഈ എന്നെ പോയി കൊണ്ടോട്. ദേവാരൂട്ടി താനെന്ന് ചുണ്ടുപിടിപ്പിക്കരുത്. അവന്മാരാരാണെന്ന് തനിക്കറിയൂ. 2 ദിവസത്തിനകം പട്ടാളം നേരിട്ട് ഒന്ന് SP തൂക്കിയെടുത്തുകൊണ്ട് പോകുമ്പോൾ അറിയും അബു ചെയ്ത നല്ല കാര്യം എന്തായിരുന്നു. ആ 2 ദിവസത്തേക്ക് ഞാൻ എങ്ങോട്ടെങ്കിലും ഒന്ന് നേരെ നിൽക്കണമെന്ന് എന്റെ സാഹിബിന്റെ അഭിപ്രായം. ശേഖരമാമ എന്ത് വർത്താനായി പറയുന്നത്? എന്റെ ആവശ്യമാണ് നിൽക്കാൻ ഞാനിവിടെ വേണ്ടെന്ന്. അത് തെമ്മാടികളെ പഠിച്ച് തെമ്മാടികൾ ആയതുകൊണ്ടാണ് സൂക്ഷിക്കേണ്ടത്. നിയമ അധികാരമൊക്കെ അവരുടെ കയ്യിലാണ്. എന്ത് ചെയ്യാൻ മടി കാണിക്കാൻ? പിടിച്ചോണ്ട് പോയാ ഞാൻ പിന്നെ നിക്കാഹിന് സമ്മതിക്കില്ല. ചേട്ടാ, ഇത് വലിയ പൊലിപോലായല്ലോ. എനിക്കറിയാതെ രാത്രി ഞാൻ അങ്ങോട്ടെങ്കിലും മാറി നിൽക്കാം. എന്നിട്ട് രാവിലെ നിൽക്കാനും പറ്റില്ല. എന്താ സമാധാനം? ഞാൻ നമ്പളം വരെ പോവാ. അങ്ങോട്ടല്ലേ? മോള് വരുന്നില്ലേ? കൊടിയേറ്റ് കണ്ട കൊടിയിറക്കം കാണുന്ന. എന്നാ ആഴ്ചയും കൂടി വാ. ഞാൻ വരുന്നില്ല, ചേച്ചി പോയിക്കോ. എല്ലാ ആറാട്ടിനും നീ വരുന്നതല്ലേ, ഇന്നും മുടക്കണ്ട. ഇതിന്റെ അവസാനത്തെ ഉത്സവം കാണുകയാണ്. ആ കുണ്ടോട്ടിക്കാരൻ കല്യാണം കഴിച്ചിട്ട് പോയാൽ പിന്നെ ഉത്സവം ഉണ്ടാവില്ല, ആറാട്ടുണ്ടാവില്ല. പറഞ്ഞ കാര്യം മറക്കണ്ട. ഇല്ലെന്നേ, നിങ്ങൾ വേഗം അമ്പലത്തേക്ക്. ശരി, പോകട്ടെ. എന്റെ പാറയമാനാണ് മസാലക്കൂട്ട് വാങ്ങിച്ചപ്പോൾ സെൽഫോൺ ഫ്രീ. വേഗം കൊണ്ടുവന്നേ. ഗവൺമെന്റ് എന്താ എന്തേലും രാവിലെ പോണ് ബോംബ് വെച്ചിട്ട് ബോംബ് എന്റെ കിട്ടും. ഏതോ സത്യം വിളിച്ചതാ MLA മുഹമ്മദ്. ഈ വേറെ പറഞ്ഞത് ആയിരിക്കും എന്തെങ്കിലും വിളിക്കാൻ ഇഷ്ടപ്പെട്ടുള്ളതാണ്.